ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് എൻ്റെ സയൻസ് ക്ലബിലെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139060370. ഇന്ന് ഞാനൊരു കഥ അവതരിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. കഥയുടെ പേരാണ് പ്രകൃതി സ്നേഹി. വിമൽ കുമാർ 30 വയസ്സ് പ്രായം ഉള്ള MA ഫിലോസഫി പഠനം കഴിഞ്ഞ് തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ ഒരു അധ്യാപകനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ വിമൽ കുമാറിന് പ്രകൃതിയോട് അതിരറ്റ സ്നേഹം ആയിരുന്നു. പണ്ട് കാലങ്ങളിൽ ഒരു സന്തുലനാവസ്ഥയിലാണ് ഈ പ്രകൃതി നിലനിന്നിരുന്നത്. 4 കാലങ്ങളായ ഉഷ്ണകാലം, മഴക്കാലം, വസന്തകാലം, ഗ്രീഷ്മകാലം എന്നിങ്ങനെയുള്ള ഈ കാലങ്ങൾ അതാത് സമയത്ത് തന്നെ പ്രത്യക്ഷപ്പെടുകയും ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ കാലത്ത് പ്രകൃതി വളരെ സൗന്ദര്യം നിറഞ്ഞതും മനുഷ്യർക്ക് യാതൊരു അസുഖം ഇല്ലാതെ സുഖമായി ജീവിക്കുവാൻ കഴിയുന്നതും ആയിരുന്നു. എന്നാൽ മനുഷ്യരുടെ ഭൗതിക വസ്തുക്കളോടുള്ള സ്നേഹം ഈ ഒരു സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. അതായത് പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയതോടുകൂടി അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് വർദ്ധിക്കുകയും അന്തരീക്ഷ ഊഷ്മാവിന് മാറ്റം സംഭവിക്കുകയും ചെയ്തു. കൂടാതെ മരം മുറിക്കൽ, പാറ പൊട്ടിക്കൽ, ഭൂമി കുഴിച്ച് അതിൽ നിന്നും ഭൂഗർഭജലം എടുക്കൽ എന്നീ പ്രക്രിയകൾ മനുഷ്യൻ ആരംഭിച്ചതോടുകൂടി ഈ ഒരു സന്തുലനാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം സംഭവിച്ചു. ഭൗതിക വസ്തുക്കളോടുള്ള മനുഷ്യൻ്റെ അകൈമമായ ഒരു സ്നേഹം പ്രകൃതിയെ വല്ലാതെ അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ ദോഷം ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ പ്രകൃതി വിമൽ കുമാർ ഓർക്കുന്നു, ഇന്ന് സമൂഹത്തിൽ തന്നെ ദോഷം നൽകുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ
പ്രകൃതിക്ക് മനുഷ്യനോടോ മറ്റ് മൃഗാദികളോടോ യാതൊരു സ്നേഹക്കുറവുമില്ല. അത് അതിൻ്റെ സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലം ആയിട്ടാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ മനുഷ്യൻ്റെ ഈ ഭൗതിക സുഖങ്ങളോടുള്ള അതിഗംഭീരമായിട്ടുള്ള സ്നേഹം നിമിത്തം ഭൂമിയിൽ മരങ്ങൾ മുറിച്ചു മാറ്റുകയും അതേപോലെ തന്നെ പാറകൾ പൊട്ടിച്ച് നിർമ്മിതികൾക്കായി ഉപയോഗിക്കുകയും കൂടാതെ രാസവസ്തുക്കളുടെ അതിഗംഭീരമായിട്ടുള്ള ഉപയോഗവും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ അതിഗംഭീരമായ ഉപയോഗവും എല്ലാം പ്രകൃതിയുടെ ആ സന്തുലനാവസ്ഥയെ കാര്യമായി ബാധിച്ചു എന്ന് വിമൽ കുമാറിന് വ്യക്തമായി തന്നെ കാണുവാൻ കഴിഞ്ഞു. ഇങ്ങനെ മനുഷ്യരാൽ ഈ പ്രകൃതിയെ നശിപ്പിച്ച് അവർ ഭൗതിക സുഖങ്ങളുടെ പിന്നിൽ പോയതോടുകൂടി പ്രകൃതി ഒരു താണ്ഡവ നൃത്തം ആടുന്നു എന്ന്